ഞാനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ എൻ്റെ സഹോദരനും സഹോദരൻ്റെ വൈഫും മറ്റൊരു വല്യമ്മയുടെ മകനും ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലെ കാറിൽ സ്വകാര്യ വാഹനത്തിൽ പ്ലാമൂട് നിന്നും PMGയിലേക്ക് വരുന്ന ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നത് പ്ലാമൂടിൽ നിന്ന് നമ്മൾ PMGയിലേക്ക് കയറുന്ന വൺ വേയിലേക്ക് കാറ് കയറുമ്പോൾ ഇടത്തെ വശത്തേക്കൊരു KSRTC ബസ് തട്ടാൻ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും ഒരേ സമയം പുറകിലെ ഗ്ലാസ്സിലേക്ക്, വണ്ടി തട്ടാൻ വന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് മുന്നിലേക്ക് ആക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പുറകിലെ ഗ്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ, KSRTCയുടെ ഡ്രൈവർ, അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു KSRTC ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ട് സ്ത്രീകളെന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങളതിൽ അസ്വസ്ഥരായിരുന്നു. ആ അസ്വസ്ഥത ഞങ്ങൾ അവിടെ അദ്ദേഹത്തിനോട് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത്. അത് നിയമപരമായി അതിനെ നേരിടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തുടർന്ന് അദ്ദേഹം വലത്തെ വശത്തോടുകൂടി തന്നെ വളരെ വേഗതയിൽ, സൂപ്പർ ഫാസ്റ്റ് വാഹനമാണ്, വളരെ വേഗതയിൽ അദ്ദേഹം വാഹനം മുന്നിലേക്ക് എടുത്തു. തൊട്ട് മുന്നിലുണ്ടായിരുന്ന രണ്ട് വാഹനങ്ങളിലും ഞങ്ങളുടെ വാഹനത്തെ തട്ടാൻ പോകുന്നത് പോലെ അദ്ദേഹം വളരെ ക്ലോസായി തന്നെ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് പോകുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം PMGയിൽ എത്തിയതിനു ശേഷം നിയമസഭയുടെ മുന്നിലൂടെ കല്യാൺ സിൽക്സിൻ്റെ അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് പാളയം സാബല്യം കോംപ്ലക്സിൻ്റെ അവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന 1-2 സിഗ്നലുകൾ ഓഫായിരുന്നത് കൊണ്ട് തന്നെ അവിടെയൊന്നും നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു. എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റൈസായിക്കൊണ്ട്, ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ റൈസായിക്കൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പല ആവർത്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ നിന്ന സൈഡിലേക്ക് അതിൻ്റെ കവർ വലിച്ചെറിയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും അങ്ങനെ ഒരു നമ്മളോട് സംസാരിച്ച ആ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ബഹുമാന്യനായ നമ്മുടെ മന്ത്രിയെ, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയെ ഞാൻ വിളിച്ചു. മിനിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ സിഗ്നലിൽ വാഹനം നിർത്തിയിട്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾ ഇറങ്ങി, അദ്ദേഹം ഇങ്ങനെയാണ് ഞങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ എന്നോട് പറഞ്ഞു KSRTCയുടെ വിജിലൻസ് ടീമിനെ അങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. തുടർന്ന് DCPയെ വിളിച്ചു, പോലീസിനെ ഈ വിവരം അറിയിച്ചു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി. അദ്ദേഹത്തോട് കാര്യം ചോദിച്ചപ്പോൾ അപ്പോഴാണ് അദ്ദേഹം കുറച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അതുവരെ ആ വീഡിയോയിൽ കാണുന്നത് പോലെ ബസ്സിനകത്തിരുന്നു കൊണ്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ് ഉണ്ടായത്. അപ്പം അത് തീർച്ചയായും അത് ഇന്നലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ, മാധ്യമങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന് സൈഡ് തരാത്തതായിട്ടുള്ള പ്രശ്നമല്ല. എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ദയവായി സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ അതിനെ പ്രതികരിക്കുമ്പോൾ ആരും ഇതിനെ വളരെ കുറഞ്ഞ രീതിയിൽ ഇതൊരു സൈഡ് കൊടുക്കാത്തൊരു പ്രശ്നമാണ്, വാഹനങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ് എന്ന് കരുതരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. തീർച്ചയായും നിയമപരമായി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൽ ഒട്ടും ബോധേഡല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് അത് ഞങ്ങളുടെ നേരെ, ഞങ്ങൾ നിൽക്കുന്ന സൈഡിലേക്ക് തന്നെ വലിച്ചെറിയുമൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ അതിനെ പോലീസിലും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയെയും അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ FIR ഉണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. അത് 2022 നമ്മുടെ FIR നമ്പർ 1090 2022 കേസാണ്. ആ കേസ് പ്രകാരമുള്ളത്, അദ്ദേഹം അന്ന് ഒരു പ്രൈവറ്റ് വാഹനമാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ആ പ്രൈവറ്റ് വാഹനം ഏതാണ്ട് RMSന്റെ മുന്നിലെത്തുമ്പോൾ ഒരു KSRTC വാഹനത്തിൽ തന്നെ ഇടിക്കുകയും KSRTC വാഹനം മറ്റൊരു കാറിൽ ഇടിക്കുകയും അതിൽ പരിക്കേറ്റ് ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ ഇതിനു മുൻപ് 2022 പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ യാത്രക്കാരിയായിരുന്ന ഒരു സ്ത്രീ, അവർക്ക് അപകടം പറ്റിയതായിട്ടൊക്കെ FIR റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഓടിച്ചിരുന്ന അന്നത്തെ പ്രൈവറ്റ് വാഹനം എന്ന് പറയുന്നത് KL 59F 7074 എന്ന് പറയുന്ന വാഹനമാണ്. അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനത്തിന്റെ നമ്പർ KL 59F
7077. അദ്ദേഹം ഇടിച്ച KSRTC ബസ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് KL 23T 2323 എന്ന് പറയുന്ന നമ്പറാണ്. KL 23T 2023 എന്ന് പറയുന്ന വാഹനത്തിലാണ് അദ്ദേഹം കൊണ്ടിടിക്കുകയും അതിനെ തുടർന്നുകൊണ്ട് അദ്ദേഹം ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ ഇത് മാത്രമല്ല, പേരൂർക്കട സ്റ്റേഷനിലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുണ്ട്. അതും ഈ പോലീസ് പരിശോധനയിൽ അദ്ദേഹം അലക്ഷ്യമായി വാഹനം ഓടിക്കുകയും അതിനെ തുടർന്ന് 2017 2369 എന്ന് പറയുന്ന FIR നമ്പർ പ്രകാരമുള്ള കേസാണ്. വകുപ്പ് ചുമത്തിയിരിക്കുന്നത് 279 ആണ്. അപ്പോൾ ഇത് നിരന്തരമായി അദ്ദേഹം ഒരു റഫ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഒരു അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കാൻ പോയ കാര്യം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഈ ചാനലിൽ പറയുന്നത് പോലെ സൈഡ് തരാത്ത വിഷയവുമായി ബന്ധപ്പെട്ടല്ല. അതൊരു കോമൺ സെൻസിന്റെ ഭാഗമാണല്ലോ. ഏതെങ്കിലും ഒരു വ്യക്തി സൂപ്പർ ഫാസ്റ്റ് ബസ്സിനോടൊപ്പം മത്സരിച്ച്, പ്രത്യേകിച്ചും ജനപ്രതിനിധികളായിരിക്കുന്ന ഞങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനോടൊപ്പം മത്സരിച്ച് ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല എന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഞങ്ങളുടെ ഭാഗം ഇതാണ്. എനിക്കപ്പുറം ഈ അദ്ദേഹത്തിൻ്റെ ലൈംഗിക ചേഷ്ട കണ്ട എൻ്റെ സഹോദരൻ്റെ ഭാര്യ വേണമെങ്കിലും നിങ്ങളോട് സംസാരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം കാണിച്ചിട്ടുള്ള ആംഗ്യം എത്ര തന്നെ അദ്ദേഹം സാധൂകരിക്കാൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ മാത്രമല്ല, നാളെ മറ്റ് ആളുകൾക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത്. അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഞങ്ങൾക്ക് നിയമപരമായി മാത്രം ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്താൽ മതി. പക്ഷേ അദ്ദേഹം ഇതൊരു ലൈംഗികകരമായ ഒരു വിഷയമായി അതിനെ കാണുകയും രണ്ട് സ്ത്രീകൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ രീതിയിൽ അദ്ദേഹം കാണിച്ചതിനെ തുടർന്നുകൊണ്ടാണ് ഞങ്ങൾ അതിന് പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതും വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതികരണമല്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ഇന്നലെ തന്നിട്ടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നു, സാബല്യം കോംപ്ലക്സിന്റെ മുന്നിൽ റെഡ് സിഗ്നൽ ആയിരുന്നു, അവിടെ എല്ലാ വാഹനങ്ങളും നിർത്തിയിട്ടിരുന്നു, ആ സമയത്താണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു.